ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന ചാപ്റ്ററിൻ്റെ 8ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 7 പാർട്ടിൻ്റെയും വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മുഴുവൻ ക്ലാസ് ലഭിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാനലിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന പ്ലേലിസ്റ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ അവിടെ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഫോർ ക്യാഷ് എന്ന ടോപ്പിക്കും ആൻഡ് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ എന്ന ടോപ്പിക്കും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ആസ് എ കൊളാട്രൽ സെക്യൂരിറ്റി എന്ന ടോപ്പിക്കാണ്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കൊളാട്രൽ സെക്യൂരിറ്റി? കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, അത് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ആസ് എ കൊളാട്രൽ സെക്യൂരിറ്റി. സാധാരണ നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ക്യാഷ് കിട്ടും. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷ് കൊടുക്കുന്നതിന് പകരം ആ സെല്ലർക്ക്, വെണ്ടർക്ക് നമ്മൾ എന്ത് ചെയ്യും? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനി കമ്പനിക്ക് ഫണ്ടിൻ്റെ അത്യാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ കമ്പനി ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ഫണ്ട് ബോറോ ചെയ്യും, അഥവാ ലോൺ എടുക്കും. സാധാരണ ലോൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു സെക്യൂരിറ്റി ആയിട്ട് വെക്കും, എന്തെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് വെക്കും. അതേപോലെ കമ്പനി എന്ത് ചെയ്യും? ഒരു സെക്കൻഡറി സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നതാണ് ഈ ഡിബഞ്ചർ. ഓക്കെ, അപ്പോൾ കമ്പനി ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ലോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു സെക്കൻഡറി സെക്യൂരിറ്റി ആയിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ആസ് എ കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. സംടൈംസ് കമ്പനീസ് ഇഷ്യൂ ഡിബഞ്ചർ ആസ് എ കൊളാട്രൽ സെക്യൂരിറ്റി എഗെയിൻസ്റ്റ് ലോൺ ടേക്കൺ ഫ്രം ബാങ്ക് ഓർ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കമ്പനി ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ലോൺ എടുത്തതിന് പകരമായിട്ട് ഒരു കൊളാട്രൽ സെക്യൂരിറ്റി എന്ന നിലയ്ക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും. അപ്പോൾ എന്താണ് കൊളാട്രൽ സെക്യൂരിറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. കൊളാട്രൽ സെക്യൂരിറ്റി ഈസ് എ സെക്കൻഡറി സെക്യൂരിറ്റി ഇൻ അഡീഷൻ ടു ദ പ്രിൻസിപ്പൽ സെക്യൂരിറ്റി. പ്രിൻസിപ്പൽ സെക്യൂരിറ്റീസിന് പുറമെ അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു സെക്കൻഡറി സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നതാണ് എന്ത്? കൊളാട്രൽ സെക്യൂരിറ്റി എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്. ഓക്കെ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ അവിടെ ഒന്നിരിക്കെ സ്വർണം അല്ലെങ്കിൽ ആധാരം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വെച്ചിട്ടാണ് നമുക്ക് ബാങ്ക് എന്ത് ചെയ്യുക? ലോണ് തരിക. അതുപോലെ തന്നെ കമ്പനിയുടെ കേസിൽ കമ്പനിക്ക് ഫണ്ടിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ കമ്പനി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. അപ്പോൾ ലോൺ എടുക്കുമ്പോൾ കമ്പനി എന്ത് ചെയ്യും? കമ്പനിയുടെ ഏതെങ്കിലും ഒരു അസറ്റ് സെക്യൂരിറ്റി ആയിട്ട് വെക്കും. ആ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നതിനെ പ്രിൻസിപ്പൽ സെക്യൂരിറ്റി എന്ന് പറയുന്നു. അതിനു പുറമെ കമ്പനി എന്ത് ചെയ്യുന്നു? ഡിബഞ്ചറും കൂടെ അഡീഷണൽ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നതിനെയാണ് എന്ത് ചെയ്യുക? കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ സെക്യൂരിറ്റീസിന് പുറമെ അഡീഷണൽ ആയിട്ട് വെക്കുന്ന ഒരു സെക്കൻഡറി സെക്യൂരിറ്റിയെയാണ് കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് കൊളാട്രൽ സെക്യൂരിറ്റി വെക്കുന്നത്? അതിൻ്റെ റീസൺ ഇതാണ്. ഇപ്പോൾ ഈ കമ്പനി ലോണ് തിരിച്ചടക്കുന്നത് മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോണ് തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? പ്രിൻസിപ്പൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ള അസറ്റ് വിൽക്കാം. അസറ്റ് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് എടുക്കാം. പക്ഷേ ഈ അസറ്റ് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എമൗണ്ട് അത് ഫുള്ളായിട്ടും ഈ ലോൺ റീപേയ്മെൻറ്റ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഇല്ല എങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 10 ലക്ഷം ലോൺ എടുത്തു, ആ ഫിസിക്കൽ അസറ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ള അസറ്റ് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 ലാക്ക് കിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇൻസഫിഷ്യൻ്റ് ആണെങ്കിൽ കമ്പനി എന്ത് ചെയ്യേണ്ടി വരും? ഡിബഞ്ചർ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ അതൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഈ ബാങ്ക് കൊളാട്രൽ സെക്യൂരിറ്റി വെക്കാൻ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദ കമ്പനി മേക്സ് ഡിഫാൾട്ട് ഇൻ ദി റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ആൻഡ് ദ പ്രിൻസിപ്പൽ സെക്യൂരിറ്റി പ്രൂവ്സ് ടു ബി ഇൻസഫിഷ്യൻറ്റ്, ദ ലെൻഡർ ക്യാൻ റിയലൈസ് ദി എമൗണ്ട് ഫ്രം ദി കൊളാട്രൽ സെക്യൂരിറ്റി ഓഫേർഡ്. അപ്പോൾ പ്രിൻസിപ്പൽ സെക്യൂരിറ്റി ആയി വെച്ചിട്ടുള്ള ആ അസറ്റ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് കിട്ടുന്നില്ല എങ്കിൽ ബാങ്കിന് കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ള ഡിബഞ്ചർ റിയലൈസ് ചെയ്തുകൊണ്ട് അത് വിറ്റിട്ട് കൊണ്ട് ബാങ്കിന് ആ ഫണ്ട് എന്ത് ചെയ്യാം? എടുക്കാം. ഓക്കെ,
അതാണ് നമ്മൾ ഈ കൊലാട്രൽ സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൺ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ദ കൊലാട്രൽ സെക്യൂരിറ്റി ഈസ് ഓട്ടോമാറ്റിക്കലി റിലീസ്ഡ്. ഇനി കമ്പനി ഡിഫാൾട്ടൊന്നും വരുത്തിയിട്ടില്ല, കറക്റ്റായിട്ട് തിരിച്ചടവൊക്കെ എല്ലാം അടച്ചു, ലോണ് ഫുള്ളായിട്ടും റീപേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് ആ കൊലാട്രൽ സെക്യൂരിറ്റി അവിടെ എന്ത് ചെയ്യും, ക്യാൻസലാവും, അത് റിലീസാകും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ദർ ആർ 2 മെത്തേഡ്സ് ഓഫ് ഡീലിംഗ് വിത്ത് സച്ച് ഡിബഞ്ചേഴ്സ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദി കമ്പനി. അപ്പോൾ കമ്പനി കൊലാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് 2 രീതിയിൽ അത് അക്കൗണ്ട് ചെയ്യും. കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് 2 രീതിയിലാണ് അത് രേഖപ്പെടുത്തുക. അതിൽ ഫസ്റ്റ് മെത്തേഡിൽ എന്താ പറയുന്നത്, അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് നോ എൻട്രീസ് ആർ മെയ്ഡ് ഇൻ ദി ബുക്സ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ ജേണൽ എൻട്രീസ് ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. ഓൺലി എ നോട്ട് ബീയിങ് അപ്പൻഡഡ് ടു ദി ലോൺ അക്കൗണ്ട് ഇൻ ദി ലെഡ്ജർ. അപ്പോൾ നമ്മൾ ലെഡ്ജറിലും അതേപോലെ ബാലൻസ് ഷീറ്റിലൊക്കെ ലോൺ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ ലോൺ ഫ്രം ബാങ്ക് ഇതിൻ്റെ കൂടെ എന്ത് കാണിക്കും, ഈ ഡിബഞ്ചർ കൊലാട്രൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതൊന്ന് കാണിക്കും. ദിസ് ഫാക്ട് ഈസ് ആൾസോ റെഫർ ടു ദി ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ലോൺ അല്ലേ, ലോണിൻ്റെ അതിൻ്റെ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യും, ഡിബഞ്ചർ കൊലാട്രൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് ഒരു നോട്ട് കാണിക്കും. ഓക്കെ, അത്രയാണ് ഫസ്റ്റ് മെത്തേഡ് പ്രകാരം ചെയ്യുന്നത്. ഇനി സെക്കൻഡ് മെത്തേഡ് പ്രകാരം, അണ്ടർ ദിസ് മെത്തേഡ് ദ കമ്പനി ഡിസയർ ടു റെക്കോർഡ് ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ആസ് എ കൊലാട്രൽ സെക്യൂരിറ്റി. സോ ദ ഫോളോയിങ് ജേണൽ എൻട്രി ഈസ് പാസ്ഡ് അറ്റ് ദി ടൈം ഓഫ് ഇഷ്യൂ. അപ്പോൾ ഇവിടെ കമ്പനി ഡിബഞ്ചർ കൊലാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ എൻട്രി എന്താണ്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിട്ട്, കൊലാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി എന്ത് ചെയ്തു, ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നോർമലി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും അല്ലേ, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു ഡിബഞ്ചർ അക്കൗണ്ട് നമ്മൾ എഴുതും. പക്ഷേ ഇവിടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് കൊലാട്രൽ സെക്യൂരിറ്റി ആയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ലോൺ റീപേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, റിലീസാകും അല്ലേ. അപ്പോൾ ഇത് പെർമനൻ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നതല്ല, ഡിബഞ്ചർ പെർമനൻ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നില്ല, ഒരു താൽക്കാലികമായിട്ടാണ് ഡിബഞ്ചർ കൊലാട്രൽ സെക്യൂരിറ്റി ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ദാറ്റ് ഈസ് ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് അപ് ടു. അപ്പോൾ ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം ടു ഡിബഞ്ചർ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിബഞ്ചർ കൊലാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്ത് എഴുതും, ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. ക്ലിയർ. ഇനി ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഈസ് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് വൈൽ ഡിബഞ്ചർ അക്കൗണ്ട് അപ്പിയർ ഇൻ ദി നോർമൽ വേ ഓഫ് ദി ലാബിലിറ്റി സൈഡ്. ഇപ്പോൾ ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ അസറ്റ് സൈഡിൽ, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. അതേ ഇനി ലാബിലിറ്റി സൈഡിൽ നമ്മൾ ഡിബഞ്ചർ അക്കൗണ്ടും കാണിക്കും. ഓക്കെ, അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ലാബിലിറ്റി സൈഡിലും ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് അസറ്റ് സൈഡിലും കാണിക്കും. ഇനി when the loan is repaid and the debentures are released, കമ്പനി ലോൺ എല്ലാം റീപേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഈ കൊലാട്രൽ സെക്യൂരിറ്റി ആയിട്ടുള്ള ഡിബഞ്ചർ ഓട്ടോമാറ്റിക്കലി ആയിട്ട് എന്ത് ചെയ്യും, റിലീസാകും. അപ്പോൾ ആ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ദ അബവ് എൻട്രീസ് റിവേഴ്സ്ഡ് സോ ദാറ്റ് ദ ഒറിജിനൽ എൻട്രി ഗെറ്റ് ക്യാൻസൽഡ്. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രി അതൊന്ന് റിവേഴ്സ് ചെയ്യാം, തിരിച്ചിടുക. അപ്പോൾ അതെന്ത് ചെയ്യും, ക്യാൻസലായി പോകും. അപ്പോൾ എൻട്രി എന്താ വരിക, ഡിബഞ്ചർ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഡിബഞ്ചർ അവിടെ ക്രെഡിറ്റ് ചെയ്തു, അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട്. ക്ലിയർ അല്ലേ. അപ്പോൾ എന്താണ് കൊലാട്രൽ സെക്യൂരിറ്റി എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും, അതിൻ്റെ അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റ് ക്ലിയറായി. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡും സെക്കൻഡ് മെത്തേഡും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ABC Limited issued 1,500 14% debenture of 100 each to its bankers as a collateral security for a loan of rupees 1,10,000. Show how these facts will be recorded in the company's balance sheet under the 2 methods. അപ്പോൾ ABC Limited 1,500 ഡിബഞ്ചർ, 100 രൂപ വിലയുള്ള
1500 ഡിബഞ്ചർ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഇഷ്യൂ ചെയ്തു. എന്തിനാണ് കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്? കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലോൺ എടുത്തിട്ടുണ്ട്. ലോൺ എത്രയാണ്? 1,10,000 രൂപയുടെ ഒരു ലോൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലോൺ എടുത്തതിന് ഒരു അഡീഷണൽ സെക്യൂരിറ്റി ആയിട്ട്, സെക്കൻഡറി സെക്യൂരിറ്റി ആയിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ്, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ പഠിച്ചതാണ് ഒരു ജേർണൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത്? നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ എന്താ കാണിക്കുക? സെക്യൂർഡ് ലോണിൻ്റെ അണ്ടറിൽ, ലാബിലിറ്റി സൈഡിൽ സെക്യൂർഡ് ലോണിൻ്റെ അണ്ടറിൽ നമ്മൾ ലോൺ ഫ്രം ബാങ്ക് അല്ലേ, എമൗണ്ട് എഴുതും. 1,10,000 ആണ് ലോൺ എടുത്തിട്ടുള്ളത്. ബാങ്കിൽ നിന്ന് എത്ര ലോൺ എടുത്തിട്ടുള്ളത്? 1,10,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്ക് ഫ്രം ലോൺ എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഒരു നോട്ടായിട്ട് കൊടുക്കുക, സെക്യൂർഡ് ബൈ ദി ഇഷ്യൂ ഓഫ് 14% ഡിബഞ്ചർ ഓഫ് ദി ഫേസ് വാല്യൂ ഓഫ് 1,50,000 ആസ് എ കൊളാട്രൽ സെക്യൂരിറ്റി. അപ്പോൾ ഡിബഞ്ചർ ഒരു കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് 1,50,000 രൂപ വിലയുള്ള ഡിബഞ്ചർ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടാണ് ഈ ലോൺ കിട്ടിയത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് മെത്തേഡ് പ്രകാരം ജേർണൽ ഒന്നും റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബാലൻസ് ഷീറ്റിലൊന്ന് നോട്ടായിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, ഇനി സെക്കൻഡ് മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ജേർണൽ എഴുതേണ്ടി വരും. സെക്കൻഡ് മെത്തേഡ് പ്രകാരം ജേർണൽ എന്ത് എഴുതുക? ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഞാൻ പറഞ്ഞു. സെക്കൻഡ് മെത്തേഡ് പ്രകാരം നമ്മൾ ജേർണൽ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഡിബഞ്ചറിൻ്റെ വാല്യൂ എത്രയാണ്? 1,50,000 ആണ് അല്ലേ. 1,500 ഇൻറ്റു 100, 1,50,000. ഇനി ബാലൻസ് ഷീറ്റിൽ എന്താണത് കാണിക്കുക? ബാലൻസ് ഷീറ്റിൽ കാണിക്കുമ്പോൾ അസറ്റ് സൈഡിൽ ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് കാണിക്കണം. അപ്പോൾ ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് എത്രയാണ്? 1,50,000. അത് അസറ്റ് സൈഡിൽ കാണിക്കണം. ലാബിലിറ്റി സൈഡിൽ നമ്മൾ സെക്യൂർഡ് ലോണിൻ്റെ അണ്ടറിൽ ഡിബഞ്ചർ കാണിക്കണം. ഡിബഞ്ചർ എത്രയാണ്? 1,50,000. ഓക്കെ, അതിന് പുറമെ ലോൺ ഫ്രം ബാങ്ക് എത്ര കാണിക്കേണ്ടത്? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് 1,10,000 ആണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1,10,000 അവിടെ നമ്മൾ ബ്രാക്കറ്റിൽ കാണിക്കും ഡിബഞ്ചർ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ടാണ് ലോൺ എടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലാബിലിറ്റി സൈഡ് ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഡിബഞ്ചർ 1,50,000, ലോൺ ഫ്രം ബാങ്ക് 1,10,000, ടോട്ടൽ 2,60,000. അതേപോലെ അസറ്റ് സൈഡിലാണെങ്കിൽ ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് 1,50,000 കാണിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ ഏത് മാത്രമേ കാണിക്കുള്ളൂ? ഈ ഒരു ലോൺ ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നോട്ട് മാത്രമേ കാണിക്കുള്ളൂ. എന്നാൽ സെക്കൻഡ് മെത്തേഡ് പ്രകാരം ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് അസറ്റ് സൈഡിലും ഡിബഞ്ചർ ലാബിലിറ്റി സൈഡിലും കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇനി ശ്രദ്ധിക്കുക, ഒരു പോയിന്റ് കൂടി പറയാൻ മറന്നു. ഇപ്പോൾ ലോണ് തിരിച്ചടവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് തിരിച്ചടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എൻട്രി എന്ത് ചെയ്യും? ജസ്റ്റ് റിവേഴ്സ് ചെയ്യും. ഏത്? ഇഷ്യൂ ചെയ്തപ്പോൾ ഡിബഞ്ചർ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ ജേർണൽ എൻട്രി ജസ്റ്റ് റിവേഴ്സ് ചെയ്യും. അപ്പോൾ എൻട്രി എന്താ വരിക? ഡിബഞ്ചർ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് 1,50,000 വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡും സെക്കൻഡ് മെത്തേഡും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി 1-2 വീഡിയോസിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ. അതോടുകൂടിയിട്ട് ഈ ഒരു ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.